വെൽക്കം വെറൈറ്റി അലുമിനിയം ഫാബ്രിക്കേഷൻ ന്യൂ ബ്ലോഗിലേക്ക് സ്വാഗതം. കുറെ നാളായി നമ്മൾ കണ്ടിട്ട് ഞാൻ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പൊ ലാസ്റ്റ് വീക്ക് നമുക്ക് വീണ്ടും ആക്റ്റീവായിട്ട് യൂട്യൂബിലേക്ക് വരികയാണ്. നമ്മുടെ ലാസ്റ്റായി ചെയ്ത ഒരു ഗ്ലാസ് സ്ലൈഡിങ് ഡോസിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, വളരെ എക്സ്പെൻസ് കുറഞ്ഞതും കാണാൻ ഭംഗിയുള്ളതുമായ ഗ്ലാസ് സ്ലൈഡിങ് ഡോസിന്റെ ഒരു വീഡിയോ ആണ്. തന്നെ കാണിക്കാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾ ആസ്വദിക്കുക. ഒരു ഫിനിഷ് ഫീല് ഒക്കെ ഭയങ്കര ഒരു എക്സ്ട്രാ വെറൈറ്റി സാധനം തന്നെയാണ് പറയാനിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈൽസ് ആണ്. നമ്മൾ അലുമിനിയം പ്രൊഫൈൽസിന്റെ ഇതേ സെയിം പാറ്റേണിലുള്ള ഓസോണ്, സിഗ്മ അങ്ങനെയുള്ള കമ്പനികളുടെ പ്രൊഫൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. ആ എക്സ്പെൻസിനെ കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ടഫൻ ഗ്ലാസ്സിൽ വെച്ച് ചെയ്യാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഡോർമയുടെ ട്രാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർമയുടെ ഫിറ്റിംഗ്സ് ആണ് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത്. സെൻഗോബൈൻ ടഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു 5 അടി ബാത്റൂം ആണ് ശരിക്കും. 5 ഫീറ്റ് വിഡ്ത്തിലുള്ള ഒരു ബാത്റൂമാണ്. ആ ബാത്റൂം സ്പേസിനെ നമ്മൾ വളരെ എലഗന്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ വാൾ എല്ലാം അലുമിനിയത്തിൽ ചെയ്തിട്ട് വി ബോർഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് രണ്ടാമത് പ്രസന്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നമ്മൾ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ, ഫിറ്റിംഗ്സ് എടുക്കുമ്പോൾ ഡോർമയുടെ ഫിറ്റിംഗ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് വളരെ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഡോർമയുടെ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. ഈ ട്രാക്ക് ആക്ച്വലി നോർമൽ ട്രാക്കാണ് കിട്ടുക. നമ്മളിതിനെ എടുത്ത് പൗഡർ കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പൗഡർ കോട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഈ ഒരു ഔട്ട്ലുക്കിനെ കുറച്ചുകൂടി ഭംഗിയാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്, ആ ബെയറിങ്ങിൻ്റെ കണ്ടന്റ്. ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1 ഇഞ്ച് എല്ലാങ്കിളാണ്. എൽ പ്രൊഫൈൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഈ ഗ്ലാസിന് ഇവിടെ നോർമലി ബീഡിങ് ആണ് ഇടുക. ഞാൻ അതിനെ എൽ പ്രൊഫൈൽ യൂസ് ചെയ്തിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഭംഗിയും ഫിനിഷും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഗ്ലാസിന്റെ മുകളിൽ ഒരു ഫിലിം സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു കോമൺ ഏരിയയിലെ ഒരു ബാത്റൂം സ്പേസ് ആണ്. ആ ഒരു ബാത്റൂം സ്പേസിൽ ഈ സാധനം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഒരു സീനറി പോലെ കിടക്കുന്ന ബാത്റൂം പർപ്പസിലായിട്ട് കൃത്യമായി യൂസ് ചെയ്യാം. നമുക്ക് അതിനൊരു ക്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഇത് വർഷങ്ങളോളം ഇങ്ങനെ തന്നെ കിടന്നോളും, ഒരു കംപ്ലൈന്റും വരത്തില്ല. നമ്മൾക്ക് യൂസ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഡോർമ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഗ്ലാസിന്റെ എഡ്ജിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ബീഡിങ് ഉണ്ടല്ലോ, ആക്ച്വലി ഈ ഒരു ഗ്ലാസ് പ്രൊഫൈൽ ആയിട്ടുള്ള സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ എഡ്ജ് പ്രൊഫൈല്, ആ ഗ്ലാസ് പ്രൊഫൈൽ മേടിക്കാൻ കിട്ടും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3/4 കര ട്യൂബ് എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ പ്രൊഫൈൽ ട്യൂബ് ഉണ്ട്. ആ പ്രൊഫൈൽ ട്യൂബ് കീറി ഇട്ടിരിക്കുകയാണ് ജസ്റ്റ്. പക്ഷെ അതിന്റെ ഒരു ഭംഗി വേറൊരു ലെവലിലേക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പ്രൊഫൈൽ കൊടുത്തിട്ട് ഇപ്പോഴത്തെ വരുന്ന ഫിറ്റിംഗ്സിന്റെ എക്സ്പെൻസ് നോക്കുമ്പോൾ ആ എക്സ്പെൻസിനെ കട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ് ഈ ഡിസൈനും ഈ ഒരു പ്രൊഫൈൽ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഫിക്സഡ് ഗ്ലാസ് ആയിട്ട് മാത്രം ചെയ്തിരിക്കുന്നു. ഈ ഒരു എല്ലാങ്കിൾ അത് 4 സൈഡിൽ വന്നിരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിവിടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ഡോസിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളുമായിട്ട് കുറെ ബിസി ആയതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടാതെ പോയത്. ഇപ്പൊ നമുക്ക് വീഡിയോ കണ്ടിന്യൂറ്റി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി മുതൽ നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല കണ്ടന്റുമായിട്ട് വെറൈറ്റി അലുമിനിയത്തിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. നമുക്ക് നല്ല നല്ല പുതിയ ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ നന്നായിരിക്കും. ഓക്കെ, സൈനിങ് ഓഫ് വെറൈറ്റി അലുമിനിയം ഫാബ്രിക്കേഷൻ. താങ്ക് യു.